ദാനധർമ്മവും കാരുണ്യവും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിക്കാതെ രഹസ്യമായി നൽകാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യൻ്റെ അംഗീകാരം നേടുന്നതിനുള്ള ദാനധർമ്മത്തിന് പ്രതിഫലം ലഭിക്കുന്നില്ല. കാരണം അതിനുള്ള കൈയടി നമുക്ക് ഭൂമിയിൽ കിട്ടിക്കഴിഞ്ഞു. എന്നാൽ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്ന് അളവറ്റ പ്രതിഫലം ലഭിക്കുന്നു. മത്തായി 6-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ പറയുന്നു, എന്നാൽ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ ചെയ്യുന്നത് നിന്റെ ഇടത് കൈ അറിയാതിരിക്കട്ടെ. അങ്ങനെ നിന്റെ പ്രവൃത്തി രഹസ്യമായിരിക്കട്ടെ. കാരണം രഹസ്യത്തിൽ നീ ചെയ്യുന്നത് നിന്റെ പിതാവ് കാണുന്നു. നിന്റെ പിതാവ് നിനക്ക് തക്കതായ പ്രതിഫലം നൽകും. ദൈവം നൽകിയ താലന്തുകൾ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കാതെ മറ്റുള്ളവരെ സേവിക്കാൻ ഉപയോഗിക്കുമ്പോൾ നാം സ്വർഗത്തിൽ നിധി ശേഖരിക്കുന്നു. ദാനധർമ്മത്തിലൂടെ നമ്മുടെ സഹോദരങ്ങളുമായി കൂട്ടായ്മ, അതായത് ഫെലോഷിപ്പ് സ്ഥാപിക്കുകയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഭൗതിക സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ മക്കളെ സഹായിക്കാൻ നമ്മുടെ കഴിവുകൾ നമുക്ക് വിനിയോഗിക്കാം. ഈ ലോകത്തിലെ നിധികൾ നശിച്ചു പോകുന്നവയാണ്. മത്തായി 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു, പുഴുവും തുരുമ്പും നശിപ്പിക്കുന്ന കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷ്ടിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. എന്നാൽ പുഴുവും തുരുമ്പും നശിപ്പിക്കാത്ത കള്ളന്മാർ കുത്തി കീറുകയോ മോഷ്ടിക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ നിധി എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപവും. അതിനാൽ ദൈവജനമേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദാനധർമ്മം ഒരു ശീലമാക്കാം. ഇറ്റ് ഹാസ് ടു ബി അവർ വേ ഓഫ് ലൈഫ്, നോട്ട് ജസ്റ്റ് an option or an act done to win praises from people around and continue living our lives in vain glory. പണത്തിലൂടെയോ സമയത്തിലൂടെയോ സേവനത്തിലൂടെയോ ആകട്ടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ സ്വയം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അർഹിക്കുന്നവരെ സഹായിക്കുക, നേരിട്ടോ അല്ലാതെയോ. സമ്പാദ്യത്തിൻ്റെ 10% അർഹിക്കുന്നവർക്ക് നൽകുക. നിങ്ങൾക്കൊരു കാലത്തും ആശുപത്രിയിൽ അനാവശ്യമായി പണം ചിലവാക്കേണ്ടി വരില്ല, ഉറപ്പ്. സ്വയം പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കാതെ സ്നേഹത്താൽ പ്രേരിതരായി രഹസ്യമായി നൽകുക. സ്വർഗസ്ഥനായ പിതാവ് രഹസ്യത്തിൽ കാണുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും, യാതൊരു സംശയവും വേണ്ട. പ്രഭാഷകൻ 3:30 പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം നിരവധിയായുള്ള പാപത്തിന് പരിഹാരമാണ്.